2026 T20 ലോകകപ്പിന് തിരിതെളിയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പിടിച്ചുലച്ച് വമ്പൻ തിരിച്ചടി. മധ്യനിരയിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്ന യുവതാരം തിലക് വർമ്മയ്ക്ക് പരിക്കേറ്റു എന്ന വാർത്ത ഞെട്ടലോടെയാണ് ആരാധകർ കേട്ടത്. ന്യൂസിലാൻഡിനെതിരായ നിർണായക പരമ്പരയ്ക്ക് തയ്യാറെടുക്കുന്നതിനിടെയാണ് തിലകിന് പരിക്കേറ്റതെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഈ പരിക്ക് തിലകിനേക്കാൾ കൂടുതൽ വേദന നൽകാൻ പോകുന്നത് ഒരുപക്ഷെ സഞ്ജു സാംസണിനായിരിക്കും. കാരണം ലളിതമാണ്. തിലക് പുറത്തായാൽ പകരക്കാരനായി ടീമിലേക്ക് വരാൻ കാത്തിരിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിലെ രാജകുമാരൻ എന്ന് വിശേഷിക്കപ്പെടുന്ന ശുഭ്മാൻ ഗില്ലാണ്. ഗിൽ വന്നാൽ സഞ്ജുവിന്റെ സ്ഥാനം തെറിക്കുമോ? കണക്കുകളും ടീം മാനേജ്മെന്റിന്റെ മുൻ നിലപാടുകളും പരിശോധിക്കുമ്പോൾ ഉത്തരം അതെ എന്ന് തന്നെയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി ഇന്ത്യൻ T20 ടീമിന്റെ മധ്യനിരയിലെ വിശ്വസ്തനായിരുന്നു തിലക് വർമ്മ. യുവരാജ് സിംഗിന് ശേഷം ഇന്ത്യ തേടിക്കൊണ്ടിരുന്ന ആ ഇടംകൈയ്യൻ ഇമ്പാക്ട് നൽകാൻ തിലകിന് സാധിച്ചിരുന്നു. സ്പിന്നർമാരെ അതിർവര കടത്താനും വിക്കറ്റുകൾ വീഴുമ്പോൾ ഇന്നിംഗ്സ് നിയന്ത്രിക്കാനും തിലകിനുള്ള പക്വത അപാരമാണ്. ലോകകപ്പിൽ ഇന്ത്യയുടെ ഗെയിം പ്ലാനിലെ പ്രധാന കണ്ണി തിലകായിരുന്നു. അദ്ദേഹത്തിന്റെ പരിക്ക് ഇന്ത്യയുടെ പദ്ധതികളെ ആകെ തകിടം മറിച്ചിരിക്കുകയാണ്. എന്നാൽ തിലകിന്റെ പരിക്കിനേക്കാൾ ഇപ്പോൾ ചർച്ചയാകുന്നത് അദ്ദേഹത്തിന് പകരക്കാരൻ ആരാകും എന്നതാണ്. സ്വാഭാവികമായും പുറത്തിരിക്കുന്ന സ്റ്റാർ പ്ലെയർ ശുഭ്മാൻ ഗില്ലിലേക്കാണ് സെലക്ടർമാരുടെ കണ്ണു പോകുന്നത്. തിലക് വർമ്മ ഒരു മിഡിൽ ഓർഡർ ബാറ്ററാണ്. എന്നാൽ ശുഭ്മാൻ ഗിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ഓപ്പണറാണ്. ഇവിടെയാണ് സഞ്ജു സാംസണിന് കാര്യങ്ങൾ കുഴഞ്ഞു മറിയുന്നത്. തിലകിന് പകരം ഗിൽ ടീമിലെത്തിയാൽ സംഭവിക്കാൻ പോകുന്ന ഡൊമിനോ ഇഫക്റ്റ് ഇതാണ്. നിലവിൽ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയുമാണ് ഇന്ത്യയുടെ ഓപ്പണറായി പരിഗണിക്കപ്പെടുന്നത്. ഗിൽ ടീമിലേക്ക് തിരിച്ചെത്തിയാൽ അദ്ദേഹത്തെ മധ്യനിരയിൽ കളിപ്പിക്കാൻ മാനേജ്മെന്റ് തയ്യാറാകില്ല. ഗില്ലിനെ ഓപ്പണറാക്കും. ഗിൽ ഓപ്പണിംഗിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അവിടെയുള്ള ഒരാൾ മാറിക്കൊടുക്കണം. അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ട് ബാറ്റിംഗും ഇടംകൈയ്യൻ എന്ന ആനുകൂല്യവും അദ്ദേഹത്തിന് തുണയാകും. അപ്പോൾ പിന്നെ മാറ്റപ്പെടുക സഞ്ജു സാംസൺ ആയിരിക്കും. സഞ്ജുവിനെ ഓപ്പണിംഗിൽ നിന്ന് മാറ്റി മധ്യനിരയിൽ കളിപ്പിക്കുമോ? സാധ്യത കുറവാണ്. കാരണം സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ് എന്നിവർ അടങ്ങുന്ന മധ്യനിരയിൽ സഞ്ജുവിന് ഇടം കണ്ടെത്തുക പ്രയാസമാണ്. ശുഭ്മാൻ ഗില്ലിനെ ടീമിലെടുക്കാൻ മാനേജ്മെന്റ് എപ്പോഴും കാത്തിരിക്കുകയാണ് എന്ന് തോന്നിപ്പിക്കുന്നതാണ് സമീപകാല അനുഭവങ്ങൾ. ഫോം ഔട്ടായാലും ഗില്ലിന് ലഭിക്കുന്ന പിന്തുണ മറ്റ് താരങ്ങൾക്ക് ലഭിക്കാറില്ല. തിലകിന്റെ പരിക്ക് ഗില്ലിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സുവർണാവസരമായാണ് പലരും കാണുന്നത്. ഭാവി ക്യാപ്റ്റനായി BCCI കാണുന്ന ഗില്ലിനെ ലോകകപ്പ് പോലുള്ള വലിയ വേദിയിൽ പുറത്തിരുത്താൻ അവർ ആഗ്രഹിക്കില്ല. ചരിത്രം പരിശോധിച്ചാൽ ടീമിൽ എന്തെങ്കിലും അഴിച്ചുപണി നടക്കുമ്പോൾ ആദ്യം വെട്ടിവീഴ്ത്തപ്പെടുന്നത് സഞ്ജു സാംസൺ ആണ്. മികച്ച പ്രകടനം നടത്തിയിട്ടും കോമ്പിനേഷൻ എന്ന പേരിൽ സഞ്ജുവിനെ ഒഴിവാക്കുന്നത് പതിവാണ്. തിലകിന്റെ പരിക്കിന്റെ പേരിൽ ഗിൽ വരികയും സഞ്ജു പുറത്താവുകയും ചെയ്താൽ അത് ചരിത്രത്തിന്റെ ആവർത്തനം മാത്രമാകും. തിലകിന് പകരം ഗില്ലിനെ കൊണ്ടുവരുന്നത് സാങ്കേതികമായി ടീം ഇന്ത്യക്ക് ഗുണകരമാണോ? അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. തിലക് പോകുന്നതോടെ മധ്യനിരയിൽ ഒരു ഇടംകൈയ്യൻ ബാറ്ററുടെ കുറവ് അനുഭവപ്പെടും. ഗിൽ വലംകൈയ്യനാണ്. ഇത് എതിർ ടീം ബൗളർമാർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കും. ഗില്ലും സഞ്ജുവും അടിസ്ഥാനപരമായി ടോപ്പ് ഓർഡർ ബാറ്റർമാരാണ്. ഗില്ലിനെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ബാറ്റിംഗ് ഓർഡർ മൊത്തത്തിൽ പൊളിച്ചെഴുതുന്നത് ലോകകപ്പിന് തൊട്ടുമുമ്പ് ടീമിന്റെ താളം തെറ്റിക്കും. സഞ്ജുവിനെ ഒഴിവാക്കിയാൽ സംഭവിക്കുന്നത്: സഞ്ജു സാംസൺ നിലവിൽ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിലാണ്. അടുത്തിടെ നേടിയ സെഞ്ചുറികളും ആക്രമണോത്സുകമായ ബാറ്റിംഗും അദ്ദേഹത്തെ ലോകകപ്പ് ടീമിലെ അവിഭാജ്യ ഘടകമാക്കിയിരുന്നു. എന്നാൽ ഗില്ലിന്റെ വരവോടെ സഞ്ജുവിനെ സ്ക്വാഡിൽ നിലനിർത്തിയാലും പ്ലേയിങ് 11-ൽ നിന്ന് പുറത്താക്കാനാണ് സാധ്യത. സഞ്ജുവിന് സ്ഥിരതയില്ല എന്ന പഴയ പല്ലവി വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ വിമർശകർക്ക് ഇത് അവസരമൊരുക്കും. എന്നാൽ സത്യം അതല്ല.
സഞ്ജുവിന് സ്ഥിരമായി ഒരേ പൊസിഷനിൽ അവസരം ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഓപ്പണറായി സെറ്റായി വരുമ്പോൾ പെട്ടെന്ന് മധ്യനിരയിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ പുറത്തിരുത്തുക. ഈ പരീക്ഷണമാണ് സഞ്ജുവിന്റെ കരിയറിനെ പിന്നോട്ടടിക്കുന്നത്. അവസാന പരീക്ഷണം. വരാനിരിക്കുന്ന ന്യൂസിലാൻഡ് പരമ്പര സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. തിലക് വർമ്മ കളിക്കുന്നില്ലെങ്കിൽ ഗിൽ ടീമിലെത്തും. ഈ പരമ്പരയിൽ ഗിൽ ഓപ്പണറായി തിളങ്ങുകയും സഞ്ജുവിന് ലഭിക്കുന്ന 1-2 അവസരങ്ങളിൽ പരാജയപ്പെടുകയും ചെയ്താൽ ലോകകപ്പ് 11-ൽ സഞ്ജുവിന്റെ സ്ഥാനം ഗിൽ തട്ടിയെടുക്കും. ഇന്ത്യൻ ക്രിക്കറ്റിലെ ലോബികൾ സജീവമാകുന്ന സമയമാണിത്. സഞ്ജുവിന്റെ ആരാധകർ ഭയപ്പെടുന്നതും അത് തന്നെയാണ്. തിലകിന്റെ പരിക്ക് ഇന്ത്യക്കൊരു തിരിച്ചടിയാണെങ്കിൽ സഞ്ജുവിന് അതൊരു ദുരന്തമായി മാറാൻ സാധ്യതയുണ്ട്. നീതി കിട്ടുമോ? 2026 ലോകകപ്പ് ഇന്ത്യക്ക് സ്വന്തമാക്കണമെങ്കിൽ വ്യക്തി താൽപര്യങ്ങൾക്കപ്പുറം ടീമിന്റെ ബാലൻസിനാണ് മുൻഗണന നൽകേണ്ടത്. തിലക് വർമ്മയ്ക്ക് പകരം മറ്റൊരു മധ്യനിര താരത്തെ. ഗില്ലിനെ കുത്തിത്തിരുകാൻ ശ്രമിച്ചാൽ അത് സഞ്ജു സാംസൺ എന്ന പ്രതിഭയോട് ചെയ്യുന്ന ക്രൂരതയാകും. സഞ്ജു സാംസൺ വെറുമൊരു കളിക്കാരനല്ല, കഷ്ടപ്പാടുകളിലൂടെയും അവഗണനകളിലൂടെയും കടന്നുവന്ന പോരാളിയാണ്. തിലകിന്റെ പരിക്ക് സഞ്ജുവിന്റെ പുറത്തേക്കുള്ള വഴിയാകരുത്. ഗിൽ മിടുക്കനാണ്, സംശയമില്ല. പക്ഷേ ഫോമിലുള്ള സഞ്ജുവിനെ വെട്ടിമാറ്റി ഗില്ലിന് കസേരയിട്ട് നൽകുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിന് ഗുണം ചെയ്യില്ല. സെലക്ടർമാർ നീതി കാട്ടുമോ, അതോ പതിവ് പോലെ സഞ്ജു ബലിയാടാകുമോ? ന്യൂസിലാൻഡ് പരമ്പര ഇതിനൊരു ഉത്തരമാകും. കാത്തിരുന്ന് കാണാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.